കുടുംബത്തിലെ ഭർത്താവും ഭാര്യയും വഴക്കിടുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് പിൻവാങ്ങിയ എന്ത് സമാധാനം അറിയോ? അതൊരു വേഗപൂർണ്ണമായൊരു പിൻവാങ്ങല. അതുപോലെ തന്നെ നമ്മൾ മക്കൾ തമ്മിൽ വഴക്കിടുന്ന സമയത്തായാലും ഒരു പിൻവാങ്ങലുകൾ ഉണ്ടാകണം. നമ്മൾ ചില സ്ഥലങ്ങളിൽ വിവേകപൂർവമായ സ്ഥലത്ത് നിന്ന് പിൻവാങ്ങിയാൽ, ഞാൻ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ സന്തോഷം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും എന്ന് ചിന്തിക്കുന്ന ഇടങ്ങൾ ഉണ്ടെങ്കിൽ അവിടുന്ന് പിൻവാങ്ങണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുറിപ്പെടും എന്നുള്ളത് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ണുനീര് വീഴ്ത്താൻ ഞാൻ കാരണമാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് പിൻവാങ്ങുന്നത് നല്ലതാണ്. യേശു ഒന്ന് പിൻവാങ്ങിയതുപോലെ തന്നെ നമ്മൾ എവിടെ നിങ്ങൾക്ക് പിൻവാങ്ങിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകും. നമ്മുടെയൊക്കെ ചിന്ത അവിടെ പറഞ്ഞങ്ങോട്ട് അവസാനിപ്പിച്ച് അവസാനത്തെ വാക്കും കൂടി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ്റെ മേത്ത് അവസാനത്തെ കല്ലും കൂടി ഇട്ട് കഴിഞ്ഞാലാണ് ഞാൻ വിജയിച്ചു എന്ന് പറയാം. അത് കഴിഞ്ഞപ്പോൾ പറയും, ഞാനത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലായിരുന്നു, അതുകൂടി പറഞ്ഞാൽ മതിയായിരുന്നു. ഇതൊക്കെ ഓർത്തില്ല ആ സമയത്ത്. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ വിചാരം. എല്ലായിടത്തും ജയിക്കണം എന്നുള്ളതാണ്. ജയിച്ചില്ലെങ്കിൽ, ജയിച്ചാൽ മാത്രമാണ് എല്ലാവരും വിജയിച്ചു എന്നാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ. ആ പിൻവാങ്ങുന്ന വ്യക്തിയാണ് വിജയിക്കുക.